അടപ്പായസത്തിൻ്റെ കൂടെ പപ്പടവും പഴവും ഒക്കെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര കൊതി. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക് ഒരാഗ്രഹം പറഞ്ഞല്ലേ അങ്ങ് നടത്തി കൊടുക്കാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചേ. ജനറസ് എമൗണ്ട് ഓഫ് ഗീ എടുത്തിട്ട് അതിനകത്ത് തേങ്ങ കൊത്തി ഇട്ട് കൊടുത്തു. അതൊരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേനും കാഷ്നട്ടും കിസ്മിസും ഇല്ല, അത് ചേർത്ത് കൊടുത്തു. കിസ്മിസൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ വീർത്ത് വരുമ്പോഴത്തേനും അത് റെഡിയാവും. ബാക്കി വരുന്ന ഗീ മാറ്റി വെക്കണം, നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അട നമുക്കൊന്ന് വേവിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെള്ളം നല്ല തിളച്ചതിന് ശേഷം അട ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും അട കുക്കായി വരും. പിന്നെ അട പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് പച്ചവെള്ളം ഈ കുക്കായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചില്ല ഗീ അതിനകത്ത് ഈ അട ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. മധുരത്തിന് ശർക്കരയല്ലേ എടുക്കേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പണ്ടത്തെ കണക്കൊന്നും ശർക്കരയ്ക്ക് ഇപ്പോൾ കളറില്ല, എന്നാൽ മധുരം നല്ലോണം ഉണ്ട്. കളറിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എക്സ്ട്രാ നമുക്ക് ശർക്കര ആഡ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം 3ാമത്തെ പാലില്ല അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചവ്വരി നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഇത് നല്ലോണം കുക്കായി കഴിയുമ്പോഴത്തേനും വെള്ളത്തിലോട്ട് ഇങ്ങനെ പൊന്തിക്കിടക്കും, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോഴത്തേന് വീണ്ടും കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ചവ്വരി 1ാം പാലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് 2ാം പാൽ ഒഴിച്ചു. 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ തിള വരുമ്പോഴത്തേനും നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ, മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഉള്ളിലെ സീഡ് നല്ലോണം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1ാം പാലൂടെ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. പിന്നെ ആദ്യം നമ്മൾ വറുത്ത് വെച്ചില്ലേ നെയ്യിൽ കാഷ്നട്ട് കിസ്മിസ് പിന്നെ തേങ്ങാക്കൊത്തൊക്കെ, ഇതുകൂടെയൊക്കെ ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടപ്പായസം തീർന്നു. ഇത് പറയാൻ എന്തെളുപ്പം, പക്ഷെ ഉണ്ടാക്കാനാണെങ്കിൽ കുറേ പാടുപെട്ടു ഞാൻ. കാരണം ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കി ഇളക്കി നിൽക്കണ്ടേ. പക്ഷേ ഈ ഇത് കഴിക്കുമ്പോഴത്തേനും ആ ക്ഷീണമൊക്കെ മാറും കേട്ടോ. ഈ കോംബോ കിടും.